يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ്. നശ്വരമായ ഈ ജീവിതത്തിലെ ഓരോ വാക്കുകൾക്കും നോക്കുകൾക്കും ചിന്തകൾക്ക് പോലും പടച്ച തമ്പുരാന്റെ കോടതിയിൽ കൃത്യമായ കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരുമെന്നും നാളിതുവരെ സമ്പാദിച്ച സമ്പാദ്യങ്ങൾക്കോ സന്താനങ്ങൾക്കോ സ്വാധീനങ്ങൾക്കോ സ്നേഹബന്ധങ്ങൾക്കോ സ്ഥാനമാനങ്ങൾക്കോ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മെ സഹായിക്കുവാനോ സംരക്ഷിക്കുവാനോ സാധിക്കുകയില്ല എന്ന തിരിച്ചറിവോടുകൂടി അള്ളാഹു ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ജീവിതത്തിൽ എമ്പാടും വർദ്ധിപ്പിക്കണമെന്നും അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സ്നേഹപൂർവം ഓർമ്മപ്പെടുത്തുകയാണ്. കൂത്തുപറമ്പ് മണ്ഡലം കേരള നദ്വത്തുൽ മുജാഹിദീൻ സംഘടിപ്പിക്കുന്ന മുജാഹിദ് സമ്മേളനത്തിന്റെ രണ്ടാമത്തെ ക്ലാസ്സിനു വേണ്ടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. മനുഷ്യൻ കുടുംബമായി ജീവിക്കണം എന്ന് വളരെ കൃത്യമായി പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യർക്ക് ഒരുപാട് നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ നിയമങ്ങളൊക്കെയും മനുഷ്യന്റെ ഗുണത്തിനു വേണ്ടിയുള്ളതാണ് എന്ന് അനുഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ മതമായ ഇസ്ലാം മതത്തിനെ ജീവിതത്തിന്റെ വഴിയായി തെരഞ്ഞെടുത്തവരാണ് നമ്മളൊക്കെ. മുസ്ലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയും അങ്ങനെ മുസ്ലിമായി ജീവിച്ച് മരിക്കുവാനുള്ള മഹാഭാഗ്യത്തിന് വേണ്ടി സർവശക്തനോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. മരണമെന്നത് ജീവിതത്തിന്റെ ഏത് സമയത്തും നമ്മുടെ ജീവിതത്തിലേക്ക് വന്നെത്തിയേക്കാവുന്ന അനിവാര്യമായ ഒരു സംഗതിയാണ്. എപ്പോഴാണോ പടച്ച തമ്പുരാൻ വിളിക്കുന്നത് അപ്പോൾ തിരിച്ചു പോകേണ്ടവരാണ് നമ്മളെന്നർത്ഥം. 10 രൂപക്ക് അങ്ങാടിയിൽ നിന്നും ഒരു പേന വാങ്ങുമ്പോ കടക്കാരനോട് നമ്മൾ ചോദിക്കും, ഈ പേന നല്ല പേനയാണോ, എഴുതുമോ? അയാൾ പറയും നല്ല പേനയാണ്, നന്നായിട്ട് എഴുതും. അഥവാ പേനയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടെങ്കിലോ എഴുതാതിരിക്കുന്നുണ്ടെങ്കിലോ നിങ്ങൾ ആ പേന തിരിച്ചു തന്നോളൂ, ഞാൻ മാറ്റിത്തരും എന്ന് പറയും കടക്കാരൻ. 10 രൂപയുടെ ഒരു പേനക്ക് അയാൾ ഗ്യാരണ്ടി തരും. 10 മാസം പ്രതീക്ഷകളോടെ പ്രാർത്ഥനകളോടെ കാത്തിരുന്ന് ഒരു ഉമ്മ പ്രസവിക്കുമ്പോ ആ പ്രസവിച്ച് ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ജീവനില്ല എന്ന് വിചാരിക്കുക. ആ ഉമ്മക്ക് എന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹുവേ, 10 മാസക്കാലത്തെ പ്രതീക്ഷകളും പ്രാർത്ഥനകളുമാണ് ഈ കുട്ടിക്ക് ജീവനില്ല റബ്ബേ, ഈ കുട്ടിയെ നീ തിരിച്ചെടുത്ത് എനിക്ക് വേറെ ഒരു കുട്ടിയെ കൊണ്ട റബ്ബേ എന്ന് പറയാൻ ഒരു ഉമ്മക്ക് സാധിക്കുമോ? അങ്ങനെ പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമോ? ഞാൻ സൂചിപ്പിച്ചത് 10 രൂപയുടെ ഒരു പേനയുടെ ഗ്യാരണ്ടി പോലും ഇല്ലാതെയാണ് ഭൂമിയിൽ നമ്മൾ ജനിച്ചു പോണത്. എത്ര കാലമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട്? ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഏറെ സജീവമായവരല്ലേ നമ്മളൊക്കെ? നമ്മൾ ആരെങ്കിലും ഈ നിമിഷം മരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ സമയം 12:45 നമ്മിൽ ആരെങ്കിലും ഒരാൾ മരിക്കുന്നു എന്ന് വിചാരിക്കുക. എങ്കിൽ എന്ത് സംഭവിക്കും? ഇന്നത്തെ മഗ്രിബ് നമസ്കാരത്തിന് വേണ്ടി നമ്മുടെ നാട്ടുകാർ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നത് ആ മയ്യത്തിനെ മറവ് ചെയ്തതിന് ശേഷമായിരിക്കും, അല്ലേ? നാളെ രാവിലത്തേക്ക് ബാക്കി വെക്കുന്ന എത്ര മയ്യത്തുകൾ ഉണ്ടാവും? ഇന്നത്തോടെ തീരും.
ഞങ്ങളുടെ ബാപ്പ ഈ നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ബാപ്പയുടെ മയ്യത്ത് ഒരു 4 ദിവസമെങ്കിലും ഇവിടെ കിടത്തിക്കൂടെ എന്ന് ഏതെങ്കിലും മയ്യത്തിനെ കെട്ടിപ്പിടിച്ച് ഏതെങ്കിലും മക്കൾ കരഞ്ഞതായിട്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? ഞങ്ങൾ ഈ പാർക്കുന്ന വീട് ഞങ്ങളുടെ മകന്റെ വിയർപ്പിന്റെ വിലയാണ്. ഈ വീട്ടിൽ പാർത്തവന് കൊതി തീർന്നിട്ടില്ല, അതുകൊണ്ട് ഞങ്ങളുടെ മകന്റെ മയ്യത്തൊരു 4 ദിവസമെങ്കിലും ഈ വീട്ടിൽ കിടത്തിക്കൂടെ എന്ന് ഒരു മയ്യത്തിനെ കെട്ടിപ്പിടിച്ച് ഏതെങ്കിലും മാതാപിതാക്കൾ കരഞ്ഞതായി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. എത്രയും പെട്ടെന്ന് അത് ഒഴിവാക്കാൻ നോക്കും. നാളെ നേരം പുലരുമ്പോൾ ആ മയ്യത്ത് ആരുടേതാവട്ടെ, അത് ഈ ഭൂമുഖത്തുണ്ടാവുകയില്ല. അതാണ് ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ ആയുസിന്റെ ഗ്യാരണ്ടി എന്ന് പറയുന്നത്. ഏത് സമയത്തും തീർന്നേക്കാവുന്നത്. ഈ നശ്വരമായ ജീവിതവുമായി ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അല്ലാഹു തആല നമ്മളെ ഏൽപ്പിച്ച ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുകയും ആ ഉത്തരവാദിത്തങ്ങൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് ഒരു മുസ്ലിമിന്റെ മേൽ നിർബന്ധമായ കടമയാണ്. ആ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ് തന്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കുക, കുടുംബത്തിനെ സംരക്ഷിക്കുക എന്നത്. നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അധ്വാനം നമ്മൾ ചെലവഴിക്കുന്നത് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയാണ്. പലപ്പോഴും നമ്മുടെ ജീവിതം മെഴുകുതിരി പോലെ കത്തിത്തീരാറുണ്ട്. ജീവിതത്തിന്റെ പല സുഖങ്ങളെയും നമ്മൾ ഒഴിവാക്കിയത് നമ്മുടെ കുടുംബത്തിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്. ഏകദേശം 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ദർശനത്തിന് വേണ്ടി ഗൾഫ് നാടുകളിൽ ചെന്നപ്പോ ഒരു സുഹൃത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ റൂമിൽ പാർക്കാൻ വേണ്ടി പോയി. റൂം എന്ന് പറഞ്ഞുകൂടാ, ഒരു ലേബർ ക്യാമ്പാണ്. മരുഭൂമിയിൽ കൂടി കിലോമീറ്ററുകളോളം ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ കാണുന്ന താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ ഒരു ലേബർ ക്യാമ്പിൽ എൻ്റെ സഹോദരന്റെ കൂടെ ഞാനന്ന് കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ 6 മണിക്ക് കമ്പനിയിലേക്ക് പോകുവാനുള്ള ബസ് ആ ക്യാമ്പിന്റെ മുമ്പിൽ റെഡിയായി നിന്നു. മരുഭൂമിയിൽ കൊണ്ടുവച്ച പോർട്ടബിൾ ബാത്റൂമുകൾക്ക് മുമ്പിൽ തന്റെ അത്യാവശ്യമായ കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ആളുകൾ വരി നിൽക്കുക. പൊട്ടിപ്പൊളിഞ്ഞ തകരവാതിലുകളുള്ള ആ കക്കൂസുകൾക്ക് മുമ്പിലാണ് 10-15 ആളുകൾ വരി നിൽക്കുന്നത്. സമയമില്ല. എന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞു, മൗലവി നിങ്ങൾക്ക് കേൾക്കണോ, ഞാൻ ഈ കഴിഞ്ഞ പോക്കിന് എൻ്റെ പുതിയ വീട്ടിലേക്ക് താമസം മാറ്റിയാണ് പോന്നത്. പുതിയ വീട് 15 ലക്ഷം രൂപയായി എൻ്റെ വീടിന്റെ പണി തീർക്കാൻ. എൻ്റെ വീട്ടിൽ 4 ബാത്റൂം അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ഉണ്ട്. ബാത്റൂം അറ്റാച്ച്ഡ് 4 ബെഡ്റൂമുകൾ. എൻ്റെ വീടിന്റെ പുറത്ത് 2 ബാത്റൂമുകൾ വേറെയുമുണ്ട്. എൻ്റെ വീട്ടിലുള്ളത് എൻ്റെ ഭാര്യയും 2 മക്കളും മാത്രം. മൂത്ത മകൻ പുറത്തെവിടെയോ പോയി പഠിക്കുന്നു. രാത്രി എൻ്റെ